കുപ്പിയിലെ മീൻപിടുത്തം ബോട്ടിൽ ട്രാപ്പ് വിദ്യ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. മീൻ പിടിക്കാൻ ചൂണ്ട തന്നെ വേണമെന്ന് ആരാ പറഞ്ഞത്? മണിക്കൂറുകളോളം ചൂണ്ടയും പിടിച്ച് കാത്തിരുന്ന് മടുത്തുപോയോ? എങ്കിൽ നമുക്ക് സിമ്പിളായി വെറുമൊരു പ്ലാസ്റ്റിക് കുപ്പി കൊണ്ട് മീൻ പിടിച്ചാലോ? അതെ, ചൂണ്ടയില്ലാതെ മീൻ പിടിക്കുന്ന ഈസിയായി ഉണ്ടാക്കാവുന്ന ബോട്ടിൽ ട്രാപ്പ് വിദ്യയാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ഇത് തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്യണം. ട്രാപ്പ് ഉണ്ടാക്കുന്നതെങ്ങനെ? ഒന്ന് വേണ്ടത് വലിച്ചെറിയുന്ന ഒരു പഴയ പ്ലാസ്റ്റിക് കുപ്പി മാത്രം. ഒരു ബോട്ടിൽ മതി. 2 കട്ടിംഗ്. ആദ്യം കുപ്പിയുടെ മുകൾ ഭാഗം, അതായത് കഴുത്തോട് ചേർന്നുള്ള വീതി കുറഞ്ഞ ആ ഭാഗം ഒരു കത്തി വട്ടത്തിൽ ശ്രദ്ധയോടെ മുറിച്ചെടുക്കുക. 3 ഫിറ്റിംഗ്. ഇനി മുറിച്ചെടുത്ത ആ മുകൾ ഭാഗം തലതിരിച്ച് കുപ്പിയുടെ ബാക്കിയുള്ള ഭാഗത്തേക്ക് ഇറക്കി വെക്കുക. നിങ്ങൾ കുപ്പിക്കുള്ളിലേക്ക് ഒരു ഫണൽ വെക്കുന്നത് പോലെ. ഇതാണ് ട്രിക്ക്. ഇപ്പോൾ മീനിനകത്തേക്ക് കയറാൻ എളുപ്പമാണ്, പക്ഷേ ആ വീതി കുറഞ്ഞ ഭാഗം കാരണം തിരിച്ച് പുറത്തിറങ്ങാൻ പറ്റില്ല. 4 ദ്വാരങ്ങൾ. ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം, കുപ്പി വെള്ളത്തിൽ മുങ്ങിക്കിടക്കാനും വെള്ളം സുഗമമായി ഒഴുകാനും കുപ്പിയുടെ വശങ്ങളിൽ ചെറിയ ദ്വാരങ്ങൾ ഇട്ടുകൊടുക്കാൻ മറക്കരുത് കേട്ടോ. കമ്പി പഴിപ്പിച്ചിടുന്നതാണ് ഏറ്റവും എളുപ്പം. ഇരയും ബെയ്റ്റ് സ്ഥാപിക്കലും. ഇനി നമുക്ക് മീനിനെ ആകർഷിക്കേണ്ടേ? കുപ്പിക്കുള്ളിൽ കുറച്ച് നനച്ച ഗോതമ്പ് പൊടിയോ അല്ലെങ്കിൽ മണ്ണിരയോ ചോറോ കുറച്ച് ബിസ്ക്കറ്റ് പൊടിയോ ഇട്ടുകൊടുക്കാം. നല്ല മണമുള്ള തീറ്റയാണ് ബെസ്റ്റ്. എന്നിട്ടിത് മീനുള്ള പുഴയിലോ തോട്ടിലോ കുളത്തിലോ ഒരു കയറ് വെച്ച് കെട്ടിത്താഴ്ത്തി വെക്കുക. കുപ്പിക്കുള്ളിൽ മീനുകൾ കിടന്ന് പിടയ്ക്കുന്നത് കാണാം. അപ്പൊ എങ്ങനെയുണ്ട് ഈ കിടിലൻ ഐഡിയ? ഈ വിദ്യ വിജയിക്കാനുള്ള 3 കിടിലൻ ടിപ്സുകൾ. 1. ദ്വാരങ്ങൾ നിർബന്ധം. കുപ്പി വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് വശങ്ങളിൽ ആവശ്യത്തിന് ചെറിയ ദ്വാരങ്ങൾ ഇട്ടേ പറ്റൂ. 2. ഏറ്റവും നല്ല തീറ്റ. ചെറിയ മീനുകളെ ആകർഷിക്കാൻ ഗോതമ്പ് മാവ് കുഴച്ചതോ ബിസ്ക്കറ്റ് പൊടിയോ ആണ് ഏറ്റവും നല്ലത്. അത് വെള്ളത്തിൽ അലിയുമ്പോൾ മീനുകൾ പെട്ടെന്നെത്തും. 3. സ്ഥലം ഒഴുക്ക് കുറഞ്ഞ, അതുപോലെ ചെടികളും കാടുകളും ഒക്കെ നിൽക്കുന്ന വശങ്ങളിൽ കുപ്പി വെക്കുന്നതാണ് കൂടുതൽ ഫലം ചെയ്യുക. അപ്പോൾ ഇന്ന് തന്നെ ട്രൈ ചെയ്തു നോക്കൂ. നിങ്ങളുടെ അനുഭവം കമന്റ് ബോക്സിൽ അറിയിക്കുമല്ലോ. അടുത്ത വീഡിയോയിൽ കാണാം.